നമസ്കാരം, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2022-23 നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. നമുക്ക് പരമാവധി മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ വീഡിയോ പലതവണ കാണുകയും ഒപ്പം നമുക്ക് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും എഴുതിയെടുത്ത് പഠിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അവരവരുടേതായ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ശരി, ഒരു അഭിപ്രായമെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതുകയും വേണം. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സൂചന: व्यंग्यलेख जल बैंक का अंश पढ़े और 1 से 4 तक के प्रश्नों के उत्तर लिखें. ജൽ ബാങ്ക് എന്ന വ്യംഗ്യ ലേഖനത്തെ ആസ്പദമാക്കി പാസേജിൽ നിന്നും 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. പാസേജ് ഇതാണ്: യദി സച്ച് പാനി കി ജരൂരത്ത് ഹേ, ഒരുപക്ഷെ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ, തോ ലോൺ ലേ, നമുക്ക് ലോൺ എടുക്കാം, വായ്പ എടുക്കാം. ബസ് ആപ്കാ മക്കാൻ രഹൻ രഹേഗ, നിങ്ങളുടെ വീട് ഈട് വയ്ക്കാം, പണയം വയ്ക്കാം. തുരന്ത് 50,000 ലിറ്റർ കാ ആപ്കാ ഋൺ മഞ്ജൂർ, ഉടൻ തന്നെ 50,000 ലിറ്ററിൻ്റെ ലോൺ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടും. ആപ്കോ ഹർ മഹീനെ, താങ്കൾക്ക് ഓരോ മാസവും 5,000 മൂൽ, 5,000 മുതലായും, ഓർ 1,000 സൂദ് ഭർന ഹെ, 1000 പലിശയായും അടയ്ക്കാവുന്നതാണ്. ഇനി ആദ്യത്തെ ചോദ്യം: ജൽ ബാങ്ക് സെ ലോൺ ലേനെ കെ ലിയെ ക്യാ രഹൻ രഹേഗ, ജൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എന്താണ് നമ്മൾ ഈട് വയ്ക്കേണ്ടത്? രണ്ടാമത് കിടക്കുന്ന മക്കാൻ. രണ്ടാമത്തെ ചോദ്യം: വ്യംഗ്യലേഖ് ജൽ ബാങ്ക് കിസ് ആശയ് പർ ആധാരിത് ഹെ, വ്യംഗ്യലേഖനമായ ജൽ ബാങ്ക് ഏത് ആശയത്തിന് ആധാരിതമാണ്? അതിൽ 4 കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് കിടക്കുന്ന ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹെ, ജലം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: ജൽ ബാങ്ക് കാ ഋൺ മഞ്ജൂർ ഹോനേക്ക് ബാദ്, ജൽ ബാങ്കിൽ നിന്ന് നമുക്ക് വായ്പ അനുവദിച്ചു കഴിഞ്ഞാൽ ഹമേ ക്യാ കർണ പടേഗ, നമ്മൾ എന്താണ് പിന്നീട് ചെയ്യേണ്ടത്? ആൻസർ: ജൽ ബാങ്ക് കാ ഋൺ മഞ്ജൂർ ഹോനേക്ക് ബാദ് ഹമേ ഹർ മഹീനെ 5,000 മൂൽ, ഓരോ മാസവും 5,000 മുതലായും, और 1,000 സൂദ് ഭർന ഹെ, 1000 പലിശയായും കൊടുക്കണം. നാലാമത്തെ ചോദ്യം: ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വമേയും, ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2023 മാർച്ച് 22 കോ, 2023 മാർച്ച് മാസം 22-ാം തീയതി, ജൽ ഹി ജാൻ ഹെ, ജലമാണ് ജീവൻ, വിഷയ് പർ ഏക് സംഗോഷ്ഠി ഹോനെ വാലി ഹെ, വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ നടക്കുന്നു. മാനനീയ ജൽശക്തി മന്ത്രി, ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ഉദ്ഘാടനം കരേങ്കെ, ഉദ്ഘാടനം നിർവഹിക്കും. ഇസ്കെ ലിയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ, ഇതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സന്ദർഭം, വിഷയം, ഇവ നന്നായി മനസ്സിലാക്കണം. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പറയുന്നതിനും ഒരു പ്രത്യേക ആശയം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്. സന്ദർഭോചിതമായി നമ്മൾ മനസ്സിലാക്കി എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അക്ഷരങ്ങൾ പല വലിപ്പ ചെറുപ്പത്തിൽ നമുക്ക് എഴുതാം. പ്രാധാന്യമർഹിക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ ബോക്സുകളിലാക്കാം. അതുപോലെ തന്നെ പ്രധാനമായി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, എന്തെങ്കിലും അറിയിപ്പുകൾ ചെയ്യാനാണെങ്കിൽ ദിനം, ഡേറ്റ്, അതുപോലെ തന്നെ സമയം, സ്ഥലം, ഇവ പ്രധാനമായി നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ പ്രധാനമായി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ഫ്രഷായിട്ടുള്ളൊരു പേജിൽ തന്നെ വേണം
കഴിയുന്നതും പോസ്റ്റർ തയ്യാറാക്കാൻ. 2 പേജുകളിലായി ഒരിക്കലും നമ്മൾ എഴുതാൻ പാടില്ല, എഴുതരുത്. ഇത് എഴുതിയതിന് ശേഷം ഒരു ബോക്സ് ഒക്കെ കൊടുത്ത വട്ടം ബോർഡറൊക്കെ വരച്ച് നല്ല രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ ഇതെന്തിനു വേണ്ടിയാണ് എന്ന് കൊടുക്കണം. അപ്പോൾ സങ്കോഷ്ഠിയാണ്, ഒരു സെമിനാറാണ്. ഇതാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? നമുക്കിഷ്ടമായ ഇതിനകത്ത് തന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായ ഒരെണ്ണം സന്ദർഭോചിതമായി എഴുതാം. അതുപോലെ തന്നെ നമ്മൾ സങ്കോഷ്ഠിയാണ് എന്ന് പറയുന്നു, സെമിനാറാണ് എന്ന് പറയുന്നു. അതിലെ വിഷയം തന്നിട്ടുണ്ട്, ജൽ ഹി ജാൻ ഹേ. ദിവസം, സമയം, സ്ഥലം, അത് നമുക്കെല്ലാം ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് എല്ലാവർക്കും നമുക്ക് സ്വാഗതവും പറയാം. അപ്പോൾ അങ്ങനെ എഴുതി ഒരു നല്ലൊരു ബോർഡറൊക്കെ കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു പോസ്റ്ററായി മാറും. ഈ ചോദ്യത്തിന് തന്നെ നമുക്ക് മറ്റൊരു ചോയ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ നമ്മൾ എഴുതാവൂ. ആ ചോയ്സ് എന്താണെന്ന് നോക്കാം. ജൽ സംരക്ഷൺ കി ആവശ്യകത. ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം വിഷയപ്രിയക്ക് ടിപ്പണി ലിഖേ. ഒരു ടിപ്പണി തയ്യാറാക്കാനാണ്. അതിന് നമുക്ക് 2-3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകൾ ഡെവലപ്പ് ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തി നമുക്കൊരു ടിപ്പണി എഴുതാം. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതിയാൽ മതി. ഞാൻ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു, നമുക്ക് പരിശോധിക്കാം. പാനി കി കമി ഏക് ഗംഭീര സമസ്യ ബൻതി ജാ രഹി ഹേ. വെള്ളത്തിൻ്റെ അഭാവം ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. അബ് ഭി ഹം ഇസ് ദിശ പർ ധ്യാൻ ന രഖേംഗെ തോ ഭവിഷ്യ ബഡി ആപത്തി ഹോ ജായേഗി. നമ്മളത് ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഒരു വലിയ ആപത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഹം യഹ് സമച്ഛന ചാഹിയേക്ക്. നമ്മളിത് മനസ്സിലാക്കണം. ജൽ ജീവൻ കാ ആധാർ ഹേ. ജലം ജീവന്റെ ആധാരമാണ്. ജൽ നഹീം തോ ഹം നഹീം. വെള്ളമില്ലെങ്കിൽ നമ്മളില്ല. ഇസിലിയെ ജൽ കാ സമുചിത് ഉപയോഗ കർണ ചാഹിയെ. അതുകൊണ്ട് നമ്മൾ വെള്ളം ഉചിതമായി മാത്രമേ ഉപയോഗിക്കാവൂ, അനാവശ്യമായി ഉപയോഗിക്കരുത്. ഹംകോ ഇത് സമച്ഛന ചാഹിയേക്ക്. നമ്മൾ ഇത് മനസ്സിലാക്കണം. ജൽ സ്രോതോം കാ. ജലസ്രോതസ്സുകളെ സംരക്ഷൺ കർണ. സംരക്ഷിക്കുക എന്നുള്ളത് ഹമാര കർത്തവ്യ ഹേ. നമ്മളുടെ കർത്തവ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബൂന്ത് ബൂന്ത് കാ സംരക്ഷൺ ജീവൻ കാ സംരക്ഷൺ ഹേ. ഓരോ തുള്ളി ജലവും സംരക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അടുത്ത സൂചന, ഷാൻഷാ अकबर को कौन सिखाएगा? लोककथा के एक अंश पढ़े और 5 से 7 तक के प्रश्नों के उत्तर लिखें. ഷാൻഷാ അക്ബർ को कौन सिखाएगा എന്ന ലോകകഥയെ ആസ്പദമാക്കി 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഉസൂർ बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है. ബുദ്ധിമാനായ ഒരു വ്യക്തിക്കറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. ലേക്കിൻ എന്നാൽ സബ്കോ യഹ് സീഖ്ന ചാഹിയേക്ക്. എന്നാൽ എല്ലാവരും ഇത് മനസ്സിലാക്കണം. അച്ഛാ ഇൻസാൻ കൈസെ ബൻ ജാ സക്താ ഹേ. ഒരു നല്ല വ്യക്തി എങ്ങനെയായി മാറാമെന്ന്. 5ാമത്തെ ചോദ്യം, ഇൻസാൻ ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖേ. ഇൻസാൻ എന്നുള്ളതിന് സമാനമായ അർത്ഥം വരുന്ന വാക്ക് എഴുതുക. അതിൽ 3ാമത് കിടക്കുന്ന മാനവാണ് ശരി. ഇൻസാൻ മനുഷ്യൻ. അടുത്ത 6ാമത്തെ ചോദ്യം, ഹം കെ സ്ഥാൻ പർ മെയിം കാ പ്രയോഗ കർക്കെ വാക്യ കി പൂർത്തി കരേ. ഹം എന്നുള്ളതിന് പകരം മെയിം ആക്കുക. ഹം എന്ന് പറയുന്നത് പ്ലൂറലാണ്, ബഹുവചനമാണ്. മെയിം എന്നുള്ളത് സിംഗുലറാണ്. അതുപോലെ തന്നെ മെയിം വരുമ്പോൾ ഹോ അല്ലെങ്കിൽ ഹൈ എന്നുള്ള രൂപത്തിന് മെയിം വരുമ്പോൾ ഹും എന്ന് മാറുകയും തും വരുമ്പോൾ ഹോ എന്ന് മാറുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പാസേജ് ചോദ്യം നോക്കാം. ഹം ഖുഷി സേ രഹ് സക്തേ ഹേ. അതിലെ മയുമാകുമ്പോൾ മയും ഖുഷി സേ രഹ് സക്താഹും സിംഗുലർ ആകണം. അടുത്തത് 7ാമത്തെ ചോദ്യം, കോഷ്ട് കെ ശബ്ദോം സേ പിരാമിഡ് കി പൂർത്തി കരേ. ഒരു വാക്യ പിരമിഡ് ഉണ്ടാക്കാനാണ്. നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇതിനകത്ത് വാക്യങ്ങളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അർത്ഥവത്തായ സെൻറ്റൻസ് വാക്കുകൾ കൊണ്ട് നമ്മളൊരു സെൻറ്റൻസിനെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 വരി തന്നിട്ടുണ്ട്, ഒപ്പം 2 അഡീഷണൽ വാക്കും തന്നിട്ടുണ്ട്. അതിനെ ചേർത്തുകൊണ്ടാണ് നമുക്ക് വലുതാക്കേണ്ടത്. ഹം ജിയേങ്കെ ആദ്യത്തെ വാക്ക് അതാണ്. രണ്ടാമത് ഹം ഇൻസാൻ ബൻകർ ജിയേങ്കെ. അപ്പോൾ ഇവിടെ രണ്ടാമത്തേതിനകത്ത് ആദ്യത്തേതിനകത്ത് വരുന്ന വാക്കുകളെല്ലാം തന്നെ രണ്ടാമത്തേതിനകത്ത് വരണം. രണ്ടാമത്തേതിനകത്ത് വന്ന രണ്ടാമത്തെ വരിയിൽ വന്നിട്ടുള്ള വാക്കുകളെല്ലാം മൂന്നാമത്തെ വരികളിൽ ഉണ്ടാകുകയും ഒപ്പം അഡീഷണൽ ഒരു ചോദ്യം, ഒരു വാക്ക് ഉണ്ടാകുകയും വേണം. അപ്പം ഞാൻ മോഡലിനായി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹം ഇൻസാൻ ബൻകർ ഖുഷി സേ ജിയേങ്കെ. അടുത്ത വരി ഹം അച്ഛേ ഇൻസാൻ ബൻകർ ഖുഷി സേ ജിയേങ്കെ. അപ്പോൾ ഇങ്ങനെയാണ് വാക്യ പിരമിഡ് ഉണ്ടാക്കുന്നത്. അടുത്ത സൂചന, ഇസ് ബാരിഷ് में कविता की ये पंक्तियां पढ़ें और प्रश्न 8 और 9 के उत्तर लिखें. ഇസ് ബാരിഷ് में എന്ന കവിതയുടെ പാസേജ് വായിച്ച്, പദ്യം വരികൾ വായിച്ച് 8ഉം 9ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. പാസേജ് വായിച്ച് നോക്കാം. അഗലി ഫസൽ ഹോത്തെ ഹി സബ് ചുക്താ കർ ദൂംഗാ, अब तो मेरी चूटी, ये गुजारिश भी चली गई, उसी के पास अब मेरी बारिश भी चली गई. നമുക്ക് പരിചയമുള്ള ഒരു കവിതയാണ്. അതിൽ 8ാമത്തെ ചോദ്യം, വർഷ കേലിയെ കവിതാമേം പ്രയുക്ത് ശബ്ദ് കോൻസാ ഹെ. വർഷ മഴ എന്നുള്ളതിന് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉചിതമായ വാക്ക്? രണ്ടാമത് കൊടുത്തിരിക്കുന്ന ബാരിഷാണ്. അടുത്ത 9ാമത് ചോദ്യം, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए इन पंक्तियों का ആശയ ലിഖേ. ഈ വരികളുടെ ആശയം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, എപ്പോഴും ഈ കവിത ഏതാണെന്നും അത് എഴുതിയ കവി ആരാണെന്നും നമ്മളൊരു സെൻറ്റൻസ് കാണാതെ പഠിച്ചു വയ്ക്കണം. എന്നിട്ട് ഈ നമുക്കൊന്നും അറിയാൻ വയ്യാമെങ്കിൽ ഈ വരികളുടെ അർത്ഥം നമ്മൾ തിരിച്ചും മറിച്ചും അതിൻ്റെ ഗദ്യരൂപത്തിലാക്കി അങ്ങ് എഴുതിയാൽ മതിയാകും. ഒരെണ്ണം ഞാൻ മോഡലിന് കൊടുത്തിരിക്കുന്നു. നമ്മൾ എഴുതി പഠിച്ചിട്ടില്ലാത്തവർ എഴുതി പഠിക്കാൻ ശ്രമിക്കണം. ഇതിലെ കവിതയുടെ പേര് നമുക്കറിയാം, ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇസ് ബാരിഷ് में. അത് എഴുതിയത് നരേഷ് സക്സേനയാണ്. ശ്രീ നരേഷ് സക്സേന की കവിത है ഇസ് ബാരിഷ് में. അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതണം. പിന്നീട് എന്താണ് ഇതിൽ അർത്ഥമാക്കുന്നത് എന്ന് പറ്റുമെങ്കിൽ നമ്മൾ എഴുതണം. ഏക്ക് കിസാൻ കാ രോദന ഹേ. ഇതൊരു കർഷകന്റെ രോദനമാണ്. യഹ് രോദൻ കിസാൻ കി ഹാലത് കി ഓർ. കർഷകന്റെ അവസ്ഥയെക്കുറിച്ച് സങ്കേത് കർത്താ ഹേ. സൂചന തരികയാണ്. ഇസ് കവിതാമേ കിസാൻ കി ജമീൻ ചീൻ ജാനേ കി കഹാനി ഹേ. തൻ്റെ കൃഷിഭൂമിയെല്ലാം തട്ടിക്കൊണ്ടുപോയ ഇല്ലാതായ കഥയാണ്. കവി കാ കഹന ഹേ കി അബ്. കവി പറയുന്നത് എന്താണ്? ഇപ്പോൾ ബാരിഷ് ഭി ജമീൻ കെ പീച്ചെ ചലി ഗയി ഹേ. തൻ്റെ നഷ്ടപ്പെട്ട ഭൂമിയോടൊപ്പം, പാടത്തോടൊപ്പം, വയലിനോടൊപ്പം മഴയും പോയിരിക്കുന്നു. ഫസൽ ഹോനെ പർ കർജ് ചുകാനെ കി കിസാൻ കി പ്രതീക്ഷ നഹീം രഹ് ഗയി. വിളവെടുപ്പ് നടത്തുമ്പോൾ തൻ്റെ പഴയ കാലത്തെ കടങ്ങളെല്ലാം വീട്ടാം എന്നുള്ള കർഷകന്റെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. കിസാൻ കി അപ്നി ഖേത് കാലിഹാനോം സെ ദൂർ രഹ്നെ കി വിവശതാ മേ ഹം ദേഖ് സക്തേ ഹേ. കർഷകനെ എല്ലാം നഷ്ടപ്പെട്ട തരത്തിൽ ഒരു അവശതയോടുകൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജമീൻ ചീൻ ജാനേ പർ. ഈ ഭൂമിയെല്ലാം തട്ടിയെടുത്തപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടപ്പോൾ കർഷകൻ ഭയാനക് ശോഷൺ കാ ശിക്കാർ ബൻ ജാത്താ ഹേ. ഭയാനകമായ ഒരു ശോഷണത്തിന്റെ ഇരയായി മാറിയിരിക്കുന്നു. അടുത്ത സൂചന, സഫേദ് ഗുഡ് കഹാനി കാ ഹംശ് പഠേ ഓർ 10 से 13 तक के प्रश्नों के उत्तर लिखे. സഫേദ് ഗുഡ് എന്ന കഹാനിയെ ആസ്പദമാക്കി 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാസേജ് ഇതാണ്. അച്ഛാ പൈസേ മത് ദേന. അതെ, പൈസ തരണ്ട.
മേരി ഓർസെ ധോഡാസ ഗുഡ് ലേലോ, എൻ്റെ സംഭാവനയായി നീ അല്പം ശർക്കര എടുത്തോളൂ. ദുക്കാൻദാറിനെ പ്യാർ സേ കഹ, വളരെ വാത്സല്യത്തോടു കൂടിയാണ് കച്ചവടക്കാരൻ ആ കുട്ടിയോട് പറഞ്ഞത്. അവർ ഏക്ക് ടുക്കട, ഒപ്പം ഒരു പീസ്, ഒരു കഷണം തോടുക്കർ പൊട്ടിച്ച് ഉസേ ദേനയിലക അവന് കൊടുക്കാൻ തുടങ്ങി. ഉസിനെ മുഹ് ഫിര, അവൻ മുഖം തിരിച്ചു. ഫിരാലിയ, മുഖം തിരിച്ചു. ഓർ ചൽദിയ, അവിടുന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇവിടെ 10ാമത്തെ ചോദ്യം, ഉസിനേമേയും നിഹിത് സർവനാം ക്യാ ഹെ. ഉസിനെ എന്നുള്ളതിലെ സർവനാമം ഏതാണ്? ഞാനൊരു ടെക്നിക്ക് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉ എന്ന് പറയുന്നത് വഹ്, വേ ഇവയുടെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ യഹ്, യേ ഇവയുടെ ഒരു സൂചനയാണ് ഇ. ഇനി സിംഗുലർ ഉപയോഗിക്കാൻ സായും പ്ലൂറൽ ഉപയോഗിക്കാൻ നായും ചേർക്കും. അപ്പൊ യഹ്, വഹ് എന്നുള്ളത് സിംഗുലർ ആണ്, അവിടെ സായായിരിക്കും ഉപയോഗിക്കുന്നത്. യേ, വേ എന്നുള്ളത് പ്ലൂറലാണ്, അവിടെ നാ ചേർക്കും. ഇവിടെ ഉസ് വന്നിട്ടുണ്ട്, സാ വന്നു സിംഗുലറാണ്, ഊ വന്നു. വഹ്, വേ അതിലെ സിംഗുലറായിട്ടുള്ളത് എന്താണ്? വഹ് ആണ്. അപ്പൊ ഇവിടെ വഹ് എന്നുള്ളതാണ് ആദ്യം കിടക്കുന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത 11ാം ചോദ്യം, ഉസിനെ മുഹ് ഫിരാലിയ, അവൻ മുഖം തിരിച്ചു. ഓർ ചൽ ദിയ, മടങ്ങിപ്പോയി. ക്യോം, എന്തുകൊണ്ട്? അതിൽ 2ാമത് കിടക്കുന്നതാണ് ഉസേ ദൂസരോങ്കി ദയ നഹീം ചാഹിയെ, അവന് മറ്റുള്ളവരുടെ ദയ ആവശ്യമില്ല. അടുത്ത 12ാമത്തെ ചോദ്യം, ഘർ പൗഞ്ചിക്കർ, വീട്ടിലെത്തിയപ്പോൾ ലട്കേനെ മാം കോ, ആ കുട്ടി അമ്മയോട് ദൂക്കാൻ കി ഘട്നായി ബതായി, കടയിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. മാം ഓർ ലട്കെ കെ ബീച്ച് കി, അമ്മയും മകനും തമ്മിലുള്ള സംഭാവിത് ബാത്ചിത് ലിഖേം, സ്വാഭാവികമായ സംഭാഷണം എഴുതാം. പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി. ഞാനിവിടെ പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുക്കുന്നു. മാം ബേട്ട ദുക്കാൻ സെ ആനേമേ ക്യോം ലേറ്റ് ഹോ ഗയാ, നീ എന്താ മോനെ താമസിച്ചു പോയത്? നഹി, ഇല്ല. മാം ക്യാ, നമുക്ക് നഹീമില്ല, ഉപ്പ് കിട്ടിയില്ലേ, അവൻ ഉപ്പ് വാങ്ങാനാണ് പോയത്. ബേട്ട ഹാം നമുക്കുമില്ല, അതെ ഉപ്പ് കിട്ടി. മാം തും ക്യോ ഉദാസ് ഹോ, എന്താ നിനക്കൊരു സങ്കടം, വിഷമം എന്താണ്? മാം മുച്ചെ സഫേദ് ഗുഡ് ഖാനേക്ക് ഇച്ഛാധി, എനിക്ക് വെള്ള ശർക്കര കഴിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈശ്വർ സെ മുച്ചെ അഠന്നി മിലി, ദൈവം എനിക്ക് 8 തരികയും ചെയ്തു. കൈസേ, അതെങ്ങനെ? മെയിം ജമീൻ पर ईश्वर को प्रार्थना करके बैठते समय ജമീൻ സെ അഠന്നി മിലി, ഞാൻ തറയിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തറയിൽ നിന്നാണ് കിട്ടിയത്. കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, ഓർ ക്യാ കിയ, എന്നിട്ട് എന്ത് ചെയ്തു? മയം ദുക്കാൻദാർ കോ ദേത്തെ സമയി ഹാത്ത് സേ കിസ്ക് ഗയ, ഞാൻ കച്ചവടക്കാരൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്നും അത് വഴുതിപ്പോയി. ധനിയാക്കെ ഡിബേമേം, അത് ചെന്ന് വീണത് എവിടെയാണ്? ആ മല്ലിപ്പാത്രത്തിലേക്കാണ്. ഢൂണ്ടിനേസെ ചിക്കനാസ പത്തറമില്ല, തെരഞ്ഞപ്പോൾ ഒരു മിനുസമുള്ള ഒരു കല്ലിൻ്റെ കഷ്ണമാണ് കിട്ടിയത്. തബ് ദുക്കാൻദാറിനെ മുഫ്ത് മേം ഗുഡ് ലേനേക്കോ കഹ, ഫ്രീ ആയിട്ട് എനിക്ക് അല്പം ശർക്കര തന്നു. തുമ്നെ ക്യാ കഹ, നീ എന്ത് പറഞ്ഞു? മൈമിൻകാർ കിയ, ഞാനത് വാങ്ങിയില്ല. ബഹുതച്ച, വളരെ നല്ലത്. അപ്പം മറ്റുള്ളവരുടെ സാധനം വാങ്ങുന്നതിൽ ഫ്രീ ആയി കിട്ടുന്നത് അവൻ ബഹിഷ്കരിക്കുന്ന ഒരു കുട്ടിയാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, സഹി മിലാൻ ഖരയും, ശരിയായിട്ടുള്ളത് ചേർത്തെഴുതാനാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നതിന് ഉചിതമായിട്ടുള്ളത് 2ാമത്തെ കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അതിന് നേരെ എഴുതുകയാണ് ചെയ്യേണ്ടത്. 1ാമത്തത് ദുക്കാൻദാർ കോ ലട്കെ പർ, കച്ചവടക്കാരന് കുട്ടിയോട്
അതിൽ നാലാമത് കിടക്കുന്നതാണ് ശരി. ദയ ആയി, ദയവുണ്ടായി. ലഡ്കേനെ ദൂക്കാൻദാർസെ, ആ കുട്ടി ആ കച്ചവടക്കാരനോട് ആദ്യം കിടക്കുന്ന ഗുഡ് നഹീം ലിയ. അടുത്തത് ദൂക്കാൻദാർ ഗുഡ്ക ടുക്കട, ആ കച്ചവടക്കാരൻ ശർക്കര കഷ്ണം രണ്ടാമത് കിടക്കുന്ന ലഡ്കേക്കോ ദേനേലക, കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി. അടുത്തത് ലഡ്ക മുഹ് ഫേർ കർ, കുട്ടി മുഖം തിരിച്ച് മൂന്നാമത് കിടക്കുന്ന ഘർ ചലാഗയ, വീട്ടിലേക്ക് മടങ്ങി. അടുത്ത സൂചന ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര കവിത കി പങ്ക്തിയാ പഠേം. ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിത വായിച്ച്, വരികൾ വായിച്ച് പ്രശ്ന 14 और 15 के ഉത്തർ ലിഖേ. 14ഉം 15ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. പാസേജ് ഇതാണ്. ഹമേ മാലൂം ഹേ അപ്നി ബീമാരി കാ കാരണം, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗകാരണം. ഓ ഏക് ചോട്ടാ സാ ശബ്ദ് ഹേ, അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാനത്തെ ഹേ, അതെല്ലാവർക്കും അറിയാം. പർ കഹ്താ കൊയ് നഹീം, ആരും പറയുന്നില്ല. വഹ് ഹേ ഗരീബി, അതാണ് ഗരീബി, പട്ടിണി. അടുത്ത 14ാമത്തെ ചോദ്യം. ചോട്ടാ ശബ്ദമേം വിശേഷൺ കോൻസാ ഹേ. വിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന വാക്കാണ്. അതായത് മലയാളത്തിൽ നാമവിശേഷണം എന്ന് പറയും, ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവാണ്. ഇവിടെ ശബ്ദം അതാണ് നാമവാചകം, വാക്ക്. അപ്പം അതിനെ ചോട്ട എന്നുള്ളത് കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ചോട്ടയാണ് വിശേഷണം. അടുത്ത 15ാമത്തെ ചോദ്യം. ആശയവാരി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന വരി ഈ പാസേജിൽ നിന്ന് എടുത്തെഴുതാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു അർത്ഥമാണ്, വരികളുടെ അർത്ഥമാണ് തന്നിരിക്കുന്നത്. അപ്പം നോക്കൂ. മസ്ദൂർ അപ്നി ബീമാരി കാ കാരൺ ജാനത്തെ ഹേ, ആ തൊഴിലാളിക്ക് തൻ്റെ രോഗകാരണം അറിയാം. അപ്പം ആ വരുന്ന വരി ഏതാണെന്ന് നോക്കൂ. അപ്പം ആദ്യം പറയുന്നു ഹമേം മാലൂം ഹേ അപ്നി ബീമാരി കാ കാരൺ. അപ്പം അത് നമ്മൾ വരിയായിട്ട് തന്നെ എഴുതണം. കവിതയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോഴാണ് നമുക്ക് 2 മാർക്ക് കിട്ടുന്നത്. അടുത്ത സൂചന. ഖൂബ്സൂരത്ത് അനുഭൂതി ഹേ എവറസ്റ്റ്. സാക്ഷാത്കാർ का यह अंश पढ़ें और 16 से 19 तक के प्रश्नों के उत्तर लिखें. खूबसूरत അനുഭൂതി ഹേ എവറസ്റ്റ് എന്ന ഈ ഭാഗം വായിച്ച് 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ്. പാസേജ് ഇതാണ്. ജബ് मैं टॉप पर पहुंची तो ഭാവാത്മക രൂപ से मैं शून्य हो गई थी. ഞാൻ ടോപ്പിലെത്തിയപ്പോൾ ഭാവാത്മകമായി ഞാൻ ശൂന്യമായി പോയി. ന കിസി പ്രകാർ കി ഖുഷി ഥി, ഒരു തരത്തിലുള്ള സന്തോഷമില്ല. और नहीं कोई गम, ദുഃഖവുമില്ല. വാക്കി ടോക്കി ഫോൺ കെ ജരിയെ മുझे സൂചന ദി ഗയി. വാക്കി ടോക്കിയിലൂടെ എനിക്ക് സൂചന ലഭിച്ചു. കി മേം എവറസ്റ്റ് പർ പൗഞ്ച് ഗയി ഹും, ഞാൻ എവറസ്റ്റിൽ എത്തിച്ചേർന്നു എന്ന്. 16ാമത്തെ ചോദ്യം. സന്തോഷ് യാദവ് കോൻ ഹെ. ആരാണ് സന്തോഷ് യാദവ്? പർവ്വതാരോഹി, ആദ്യം കിടക്കുന്നതാണ് ശരി. അടുത്ത 17ാമത്തെ ചോദ്യം. വാക്കി ടോക്കി ഫോൺ കെ ജരിയെ സന്തോഷ് യാദവ് കോ കിസ്കി സൂചന ദി ഗയി. വാക്കി ടോക്കിയിലൂടെ എന്ത് സൂചനയാണ് ലഭിച്ചത്? ഉത്തരം മൂന്നാമത് കിടക്കുന്ന എവറസ്റ്റ് പേർ പൗഞ്ചി ഹേ, എവറസ്റ്റിൽ എത്തിച്ചേർന്നു എന്നാണ്. 18ാമത്തെ ചോദ്യം. എവറസ്റ്റ് പെർ ചട്നെ കി അനുഭൂതി കോ ലേക്ക് സന്തോഷ് യാദവ് കി സംഭാവിത ഡയറി ലിഖേ. ഒരു ഡയറി എഴുതാനാണ് പറയുന്നത്. ഡയറി എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്നത്തെ ദിവസത്തിന്റെ അവസാനമായിരിക്കും നമ്മൾ ഡയറി എഴുതുന്നത്. ഒരു ദിവസത്തെ സംഭവങ്ങളെല്ലാം മറക്കാതെ, പിൽക്കാലത്തേക്ക് മറക്കാതെ ഇരിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ ദിവസത്തിന്റെ അവസാനമായതുകൊണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി എന്നുള്ളതിനാൽ നമ്മൾ പാസ്റ്റ് ടെൻസിലായിരിക്കും മിക്കപ്പോഴും ഡയറി എഴുതുന്നത്. അതുപോലെ തന്നെ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ചില പ്രത്യേക സെന്റൻസുകൾ ബൈഹാർട്ടാക്കിയാൽ ഏത് ഡയറി എഴുതുമ്പോഴും നമുക്കത് ഉപകരിക്കും. അപ്പോൾ അതിന് ഉദാഹരണത്തിനായി ഇന്നത്തെ ദിവസം എന്തേ ദിവസമായിരുന്നു, ആജ് കൈസാ ദിൻ ഥ. അതുപോലെ തന്നെ ആജ് കാ ദിൻ മൈ കൈസേ ഭൂലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മേരി ബാത്തേ മൈ കിസ്സേ കഹൂം, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ആരോട് പറയും. മൈ ഡയറി മേ
ലിഖ്താഹും അല്ലെങ്കിൽ ലിഖ്തീഹും, ഞാൻ ഡയറിയിൽ എഴുതുകയാണ്. അപ്പോൾ ഇങ്ങനെ ചില സെൻറ്റൻസുകൾ കോമൺ ആയി ഏത് ഡയറി ഏത് പാഠഭാഗത്ത് നിന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഞാൻ ഇതിലും ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് മാത്രം നമ്മൾ എഴുതുക. ഒരു പക്ഷേ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ മോഡൽ കൊടുത്തിരിക്കുന്നു, അത് നോക്കാം. അപ്പോൾ അതിലാദ്യം പറഞ്ഞ സെൻറ്റൻസുകൾ തന്നെയാണ് ഞാൻ ഇതിലും കൊടുത്തിട്ടുള്ളത്. ആജ് കൈസാ ദിൻ ഥാ, ആജ് കാ ദിൻ मैं कैसे भूलूं, मेरी बातें मैं किससे कहूं, मैं डायरी में लिखती हूं. ബർഫ് സേ തകെ പഹാഡവും പർ, മഞ്ഞ് മൂടിയ പർവ്വതത്തിൽ ചട്നേക്ക് കയറുന്നതിനുള്ള മേരി ജിജ്ഞാസ, എൻ്റെ ജിജ്ഞാസ, ആജ് സഫൽ ഹുയി, ഇന്ന് സഫലമായിരിക്കുന്നു. ജബ് മൈ മൗണ്ട് എവറസ്റ്റ് കെ ടോപ്പ് പർ പൗഞ്ചി, ഞാൻ മൗണ്ട് എവറസ്റ്റിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ ഭാവാത്മക രൂപസേ മേം ശൂന്യ ഹോ ഗയി, ഞാൻ ശൂന്യമായി. വാക്കി ടോക്കി വോൺ സേ മുझे സൂചന ദീ ഗയി കി മേം എവറസ്റ്റ് പേർ പൗഞ്ച് ഗയി ഹും, വാക്കി ടോക്കിയിലൂടെ എനിക്ക് സൂചന കിട്ടി ഞാൻ എവറസ്റ്റിൽ കയറിയെന്ന്. ആജ് മേരാ ജീവൻ കാ അവിസ്മരണീയ ദിൻ ഹേ, ഇന്നെൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു ചോയ്സ് ഉള്ളത് സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് पर चढ़ने वाली ഭാരതീയ മഹിള ഹേ. സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റിൽ കയറിയ ഭാരതീയ മഹിളയാണ്. ഉസ്ക അഭിനന്ദൻ കർത്തേ ഹുയെ, അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഏക്ക് പത്ര തയ്യാർ കരയും, ഒരു കത്ത് അല്ലെങ്കിൽ ലെറ്റർ എഴുതുകയാണ്. ലെറ്റർ എഴുതുന്നതിന് ഒരു പ്രത്യേക ഫോമുണ്ട്, അതൊക്കെ നമുക്ക് അറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് എഴുതുക. ഇവിടെ ഞാൻ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലായി വലതുവശത്ത് നമുക്ക് സ്ഥലം, തീയതി എഴുതണം. സ്ഥാൻ, താരീഖ്, അത് നമ്മൾ ഏതെങ്കിലും എഴുതുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ നമ്മളൊരു അഭിസംബോധന വേണം, ഒരു സല്യൂട്ടേഷൻ. ഇവിടെ നമുക്ക് പ്രിയ സന്തോഷ് യാദവ് ജി, എന്നിട്ട് ഒരു കുശലമൊക്കെ അന്വേഷിക്കണം. ആപ് കൈസേ ഹേ, താങ്കൾക്ക് എങ്ങനെയുണ്ട്. സോച്ചിതാ ഹും കി ആപ് കുശൽ സേ ഹേ, നിങ്ങൾ സുഖമെന്ന് വിശ്വസിക്കട്ടെ. आज के सभी समाचार पत्रों और अन्य दृश्य ശ്രവ്യ മാധ്യമമേയും, ഇന്നത്തെ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ എല്ലാ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലും आपका चित्र और आपकी സാഹസിക യാത്ര की बातों से भर गया है, നിങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സാഹസിക യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കാണുന്നത്. മൗണ്ട് എവറസ്റ്റ് की चोटी पर, മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയിൽ കയറിയിട്ടുള്ള കൊടുമുടിയിൽ ദോ ബാർ പൗഞ്ചിനെ വലി, 2 തവണ കയറിയിട്ടുള്ള ഭാരതക്ക് പെഹ്ലി മഹിളാ പർവ്വതാരോഹിക്ക് ഖ്യാതി, 2 തവണ കയറിയിട്ടുള്ള ഭാരതത്തിലെ ആദ്യത്തെ മഹിളാ പർവ്വതാരോഹിയുടെ ഖ്യാതി, പ്രശസ്തി ആപ്കോ മിലി, നിങ്ങൾക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇസ് പർ, ഇതിൽ, ആപ്കോ മേരി ഓർസെ, ഞാൻ അഭിനന്ദൻ കർത്താകും, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ആപ്കാ പ്രിയ ആരാധ്യ, നിങ്ങളുടെ ഒരു ആരാധ്യയായ ഞാൻ. അപ്പം എന്താണ്, ഒപ്പ് വേണം, അതിന് ഹസ്താക്ഷരം എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ പേര്, ഏതെങ്കിലും പേര് സൂചന തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് എഴുതാം. അതുപോലെ തന്നെ ടു അഡ്രസ് സേവാമയും, അതൊരു ബോക്സിൽ എഴുതാം. നാം, ഇവിടെ നമുക്ക് സന്തോഷ് യാദവ് എന്ന് പേര് കൊടുക്കാം, പേര് നമുക്കറിയാവുന്നത് കൊണ്ട്. അതുപോലെ തന്നെ പദ, അവരുടെ മേൽവിലാസവും കൊടുക്കണം, അതിനെ നമുക്കൊരു ബോക്സിലും ആക്കാം. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. അതിനു മുമ്പ് ഇതുവരെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ, കമന്റ് ബോക്സിൽ എന്ത് തന്നെയായാലും എഴുതുക. നമുക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 4 സഹി പ്രസ്താവിച്ച് ചുനക്കർ ലിഖേ, 4 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഇതിനകത്ത് 6 എണ്ണം കൊടുത്തിട്ടുണ്ട്, അതിൽ ശരിയായ 4 എണ്ണം മാത്രമേ എഴുതാവൂ. ഒന്നാമത്തത്, സന്തോഷ് യാദവ് ബച്ചുപ്പൻ സേഹി നിഡർധി, കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് പേടിയില്ലായിരുന്നു, ശരിയാണത്. സന്തോഷ് യാദവുമേയും ജിജ്ഞാസ നഹീന്തി, അവർക്ക് ജിജ്ഞാസ ഇല്ലായിരുന്നു, അത് തെറ്റാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് നല്ല ജിജ്ഞാസ ഉണ്ടായിരുന്നു, അപ്പോൾ രണ്ടാമത്തത് വേണ്ട. മൂന്നാമത്തത്, ഏക പർവ്വതാരോഹി കോ സന്തുലിത് ദിമാഗ് വാലാ ദേനാ ഹേ, അത് ശരിയാണ്.
അതുപോലെ തന്നെ സന്തോഷ് യാദവുമേയും ഹിമാലയ പർ ചട്നെ കി ഇച്ഛാ ഥി, അത് ശരിയാണ്. അടുത്തത് എവറസ്റ്റ് പർ ചട്ന പർവ്വതാരോഹി കെ ലിയെ ഖൂബ്സൂരത്ത് അനുഭൂതി ഹേ, അത് ശരിയാണ്. ഒരു നല്ല അനുഭൂതിയാണ് അവർക്ക് ഉള്ളത്. അടുത്തത് സന്തോഷ് യാദവ് എവറസ്റ്റ് കി ചോട്ടി പർ നഹീം പहुंची, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ 2 തെറ്റുണ്ട്. തെറ്റുള്ളത് എഴുതണ്ട. ഈ വീഡിയോ നിങ്ങൾ പലതവണ കാണുകയും നമുക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതും നല്ല മാർക്ക് കിട്ടുന്നതുമാണ്. നമുക്ക് വീണ്ടും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.